ഇന്നാണ് കാവില വേല വേലയ്ക്ക് പോരന്റെ പിന്നാളെ ചന്തം നിറഞ്ഞൊര കാര്യമശി കണ്ണെഴുതി പെണ്ണ് കണ്ണാടി പുഴ പോലെ അവൾ ഇളം വെയിലേറ്റും. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് രണ്ടുപേരെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നേക്കുന്നത്. നമ്മൾ യൂട്യൂബിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് കുറച്ച് പാട്ടുകളുണ്ട്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുകളാണ്. പാട്ട് ഞാൻ പറയുന്നില്ല, ആ പാട്ട് എഴുതിയ ആളെ തന്നെ ഞാൻ കാണിച്ചു തരാം. നമസ്കാരം. നമസ്കാരം. എന്താ ബ്രോയുടെ പേര്? എൻ്റെ പേര് സിനോദ്, ശ്രീ രുദ്ര എന്ന് പറയും. സ്വത്ത് എന്ന് വിളിക്കും. നമ്മൾ സ്വത്ത് എന്ന് പറഞ്ഞാലാണ് ഈ മേഖലയിലെ എല്ലാവർക്കും ഇപ്പോൾ ഏകദേശമൊക്കെ അറിയണുള്ളൂ. എവിടെയാണ് സ്ഥലം? എവിടെയാണ്? നമ്മുടെ വടക്കാഞ്ചേരി മുള്ളൂർക്കര എന്നൊക്കെ പറയും. ഓക്കെ. ഇനി ബ്രോ എഴുതിയ പാട്ടുകളൊക്കെ ഒന്ന് പറഞ്ഞു. എൻ്റെ പാട്ട് ഇപ്പോൾ കഴിഞ്ഞ മാസം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കരിമിഴിക്കണ്ണാൽ എന്ന് പറഞ്ഞൊരു ആൽബം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം റീച്ച് ആയിട്ട് രേണു ചേച്ചിയാണ് അഭിനയിച്ച്. പിന്നെ ഇപ്പോൾ പുതിയ ഷാപ്പിലെ പ്രണയം എന്ന് പറഞ്ഞ ആൽബം വരുന്നുണ്ട്. കുഞ്ചുമണ്ണ എന്ന് പറഞ്ഞ ആൽബം നമ്മുടെയാണ്. ഇന്നാണേ കാവില വേല എന്ന് പറഞ്ഞൊരു ആൽബം ചെയ്തിട്ടുണ്ട്. ചെമ്പരത്തി എന്ന് പറഞ്ഞൊരു ആൽബം എൻ്റെ തന്നെയാണ്. ആ പാട്ടൊന്ന് പാടിക്കാം കേൾക്കട്ടെ. ഇന്നാണ് കാവില വേല വേലയ്ക്ക് പോരന്റെ പിന്നാളെ ചന്തം നിറഞ്ഞൊര നിൻ കവിൽ പുഞ്ചിരി പൊട്ടൊന്നണിഞ്ഞാട്ടെ. ഇന്നാണ് കാവില വേല വേലയ്ക്ക് പോരന്റെ പിന്നാളെ ചന്തം നിറഞ്ഞൊര നിൻ കവിൽ പുഞ്ചിരി പൊട്ടൊന്നണിഞ്ഞാട്ടെ. കുപ്പിവള കയ്യാലെ കുഞ്ചിയതാവയലോരത്ത് നുണക്കൊഴിച്ചേലഴകായി നാണം കുണുങ്ങുവതെന്താണ്. കുപ്പിവള കയ്യാലെ കുഞ്ചിയതാവയലോരത്ത് നുണക്കൊഴിച്ചേലഴകായി നാണം കുണുങ്ങുവതെന്താണ്. അഴകേ മിഴി തോരാതെ അരികിൽ നീ വന്നാട്ടെ. പ്രണയം വിരയും കനവുകളേറെയാ ചാരയാ. ഇന്നാണേ കാവില വേല വേലയ്ക്ക് പോരന്റെ പെണ്ണാളെ ചന്തം നിറഞ്ഞൊര നിൻ കവിൽ പുഞ്ചിരി പൊട്ടൊന്നണിഞ്ഞാട്ടെ. പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെമ്പരത്തി എന്ന് പറഞ്ഞ ഒരു ആൽബം. ആ വഴിയോരത്ത് എന്നെയും കാത്തു കിന്നരം ചൊല്ലാനിരിക്കും പെണ്ണെ. കണ്ടാൽ കറുമ്പി കൊച്ചു കുറുമ്പി എന്തൊരഴകാണ് അവൾക്ക്, എന്തൊരു ചന്തമാണ്. കാര്യമശി കണ്ണെഴുതി പെണ്ണ് കണ്ണാടി പുഴ പോലെ അവൾ ഇളം വെയിലേറ്റുമയങ്ങുമ നിൻമിഴിക്കോണിലെ ആഴങ്ങളിൽ ചെമ്പരത്തി നറു പുഞ്ചിരിയേകിയ മുഖമെന്നും നെഞ്ചകത്തി. എൻ്റെ പെണ്ണായി നീ വരുമോ ഇനി എന്നും നിന്നിഴലായി. ആ വഴിയോരത്ത് എന്നെയും കാത്തു കിന്നരം ചൊല്ലാനിരിക്കും പെണ്ണെ. കണ്ടാൽ കറുമ്പി കൊച്ചു കുറുമ്പി എന്തൊരഴകാണ് അവൾക്ക്, എന്തൊരു ചന്തമാണ്. പാട്ടുകാരനാണ്. എൻ്റെ പേര് ജിഷ്ണു. നടനാണ്. പാട്ടുകാരനാണ്. നന്നായിട്ട് അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഒക്കെ ഉള്ളതാണ് ചാനല്. ഇൻസ്റ്റാഗ്രാമിൽ നല്ല ഫോളോവേഴ്സ് ഉണ്ട്. മാജിക്കൽ വോയിസ്. പിന്നെ സ്റ്റേജുകളൊക്കെ പോകുന്നുണ്ട്. സ്റ്റേജുകളൊക്കെ അത്യാവശ്യം പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്. എനിക്ക് 25. 25 വയസ്സിൽ ഹിറ്റായ പാട്ടുകൾ ആരും അറിയപ്പെടാതെ പോയ ഒരു വ്യക്തിയാണോ? അതെ, ചെറുതായിട്ടൊക്കെ. അതല്ലല്ലോ എഴുത്തുകാരാണ് ആദ്യം അല്ലേ? അല്ല, എഴുത്തുകാർക്ക് വലിയ പ്രാധാന്യം ഇല്ല, പാട്ടുകാർക്കാണ് മെയിൻ. സിനിമ അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല. നമുക്കിപ്പോ കൊറേ ചെയ്തിട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ വർക്ക് ഇപ്പൊ നമുക്ക് ഇതുപോലെ രേണു ചേച്ചിയുടെ അതിലേക്ക് പറഞ്ഞപ്പോ ചെറിയ ചാൻസ് ആയിട്ട് കിട്ടിയതാണ്. അപ്പൊ അത് നമ്മൾ ഭംഗിയായിട്ട് കൊടുത്തു. കുന്നിക്കുരുകയാണ് അതെല്ലാരും ഏറ്റെടുത്ത് നല്ലൊരു വിജയം തന്നെ തന്നു. ഷാപ്പിലെ പ്രണയം എന്ന് പറഞ്ഞ പാട്ടിൽ ഞാൻ തന്നെയാണ് ലിറിക്സ് ആൻഡ് മ്യൂസിക് ചെയ്യുന്നത്. അപ്പൊ അത് പാടിയിരിക്കുന്നത് നമ്മുടെ അനൂപേട്ടൻ എന്ന് പറയും. നമ്മുടെ വെള്ളാരം കണ്ണ എഴുതി എന്ന് പറഞ്ഞൊരു ആൽബം ഉണ്ട്, നമ്മുടെ സ്റ്റുഡിയോസിന് വേണ്ടി ചെയ്താണ്. അപ്പൊ അത് പാടിയിരിക്കുന്നത് നമ്മുടെ അമ്മലേട്ടൻ എന്ന് പറയും. അത് നല്ല അത്യാവശ്യം നല്ലൊരു റീച്ചൊക്കെ കിട്ടിയ പാട്ട് തന്നെയാണ്. നമുക്ക് രണ്ടുപേരും പാടാം.
എല്ലാരും കണ്ണെഴുതേ കാലിൽ വെള്ളിക്കൊലുസണിഞ്ഞേ നിന്റെ കൊഞ്ചും കരി വളത്താളത്തിൽ ഇന്നെന്റെ നെഞ്ചും കിണുങ്ങി പെണ്ണേ നിന്റെ കൊഞ്ചും കരി വളത്താളത്തിൽ ഇന്നെന്റെ നെഞ്ചും കിണുങ്ങി പെണ്ണേ എല്ലാരും കണ്ണെഴുതേ കാലിൽ വെള്ളിക്കൊലുസണിഞ്ഞേ നിന്റെ കൊഞ്ചും കരി വളത്താളത്തിൽ എന്നെന്റെ നെഞ്ചും കിണുങ്ങി പെണ്ണേ നിന്റെ കൊഞ്ചും കരി വളത്താളത്തിൽ എന്നെന്റെ നെഞ്ചും കിണുങ്ങി പെണ്ണേ. എന്റെ പൊന്നെ രണ്ടുപേരും കില്ലാടികളാണ്. അതുപരി സ്വത്ത് ഭയങ്കര കില്ലാടിയാണ് അല്ലേ ആൾക്കാര് അല്ലേ? ചെറിയ രീതിയിലൊക്കെ നമ്മള് അറിയണം. അതായത് ഇതുപോലെയുള്ള കലാകാരന്മാരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തോട്ട് ആൾക്കാരെ അറിയണം. എന്നാലേ അല്ലേ ആള് ഭയങ്കര സെറ്റാണ്. നമ്മളിപ്പോ അവിടെ അഭിനയിച്ചാരുടെ കൊണ്ട് കോസ്റ്റ്യൂമില്ല സിമ്പിൾ ആയിട്ടാണ്. അതെ ഓക്കെ, എന്തായാലും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഓക്കെ, എന്തായാലും നിങ്ങളുടെ കോൺടാക്ട് നമ്മൾ ഇതിൽ കൊടുത്തേക്കാം, നമ്പർ കൊടുത്തേക്കാം. ആവശ്യമുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ താല്പര്യം വീഡിയോയിൽ അവരുടെ നമ്പറുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ബൈ ബൈ.